സ്വപ്ന, ഇവിടെ എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആരാ? നീ പ്രേതമാണോ? എന്നെ ക്ഷമിക്ക്, ഞാൻ പ്രേതം തന്നെയാ. ഞാൻ ചെയ്തതൊന്നും നാടകമല്ല, എന്റെ ആവശ്യത്തിനാ. ആവശ്യത്തിനോ? ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ആത്മാവിന് എന്നെ കൊണ്ടെന്താ ആവശ്യം? ചില കാര്യങ്ങൾ പ്രേതങ്ങളെ കൊണ്ടല്ലാതെ മനുഷ്യരെ കൊണ്ടേ സാധിക്കൂ. ശാന്തി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾക്ക് പക തീരുന്നവരെ പുനർജന്മം ഒന്നും കാണില്ല. അതൊക്കെ ശരി, പക്ഷെ നീ എങ്ങനെ മരിച്ചത്? അതിനെപ്പറ്റി പറയുന്നതിന് മുൻപ് എന്റെ കുടുംബത്തെ പറ്റി പറയണം. അമ്മ, അച്ഛൻ, ഞാന്, അനിയത്തി എല്ലാരും സന്തോഷത്തോടെയാ ജീവിച്ചത്. അമ്മേ, ഒന്ന് പെട്ടെന്ന് വരാവോ? എനിക്ക് വല്ലാതെ വിശക്കുവാണ്. എല്ലാം മേശപ്പുറത്തിരിപ്പിൽ എഴുത്ത് കഴിച്ചുകൂടി നിനക്ക്. എന്റെ ജീവൻ എന്തിനാ എടുക്കുന്നേ? എടി, നീ എന്ത് വെച്ചെന്നാ? ചോറ് വെച്ചിട്ടില്ലല്ലോ, അത് നിന്നെ ഓർമ്മിപ്പിക്കണോ? അയ്യോ, ഞാൻ മറന്നുപോയി കേട്ടോ. ദേ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. എന്റെ കൊച്ചുമോള് വന്നിരിക്കുക. എന്തായാലും കൊള്ളാം, ഭാഗ്യം. ചോറ് വെച്ചതിന് ശേഷമാ കോളിംഗ് ബില്ല് അടിച്ചേ, ഇല്ലെങ്കിൽ അതും മറന്നുപോയേനെ. പേപ്പർ ബില്ല്. നിക്കണേ. എടാ ചെറുക്ക, ഈ നേരം നോക്കിയാണോ പേപ്പറിന്റെ ബില്ലും കൊണ്ടുവരുന്നേ? കഴിക്കുന്ന കണ്ടില്ലേ? പോയിട്ട് പിന്നെ വാടാ. പോയിട്ട് വരാം. നല്ല കാര്യം, നിന്റെ അനിയത്തി വന്നില്ല, പേപ്പർ കാരനാ വന്നേ, അല്ലെങ്കിൽ അതും പ്രശ്നമായേനെ. എടാ, ആഹാരം കഴിക്കുന്ന കാണത്തില്ലേ? ദാ വലിയ മനസ്സാണ് ചേച്ചിക്ക്. എടി മോളെ, നിനക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് നിലവിളിക്കല്ലായിരുന്നു, എടുത്ത് കഴിക്കാത്ത എന്താ? ആ പേപ്പറുകാരന് കാശ് കൊടുത്തപ്പോ ബില്ല് തരാതെ നല്ല മനസ്സാണെന്ന് പറഞ്ഞു. അവൻ ആരാ? എന്താ? ആ പൈസ ഭിക്ഷ കൊടുത്തെന്നോ? അതേന്നേ. എടി വിവരം കേട്ടവളെ, ആ പേപ്പറുകാരന് കൊടുക്കാൻ വെച്ച കാശെടുത്ത് കൊടുത്തിട്ട് നീ നിന്ന് അത് വലിയ കാര്യമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുകയാണല്ലേ? അയാളെ പോയി കണ്ടുപിടിക്കടി. ഇവിടെ എവിടെ ഉണ്ടാവാനാ? അവനിപ്പോ ഓടിക്കളഞ്ഞു കാണും, അതുകൊണ്ട്. പോയി കാണുവോ? ഗുരുവായൂരപ്പാ, ഇവളെ കൊണ്ട് ഞാൻ മടുത്തു. നോക്കിയിരിക്കാതെ സാമ്പാർ ഒഴിക്കടി. അമ്മേ, പരിപ്പ് കറിയിൽ ഉപ്പില്ല. എന്തോന്നാടി കാണിച്ചു വെച്ചേക്കുന്നേ? വായിൽ വെക്കാൻ കൊള്ളത്തില്ല. ഉപ്പ് ഉപ്പ് ഉപ്പ്. അയ്യോ, പരിപ്പിനകത്ത് ഒഴിക്കേണ്ട ഉപ്പെടുത്ത് ഞാൻ പച്ചടിക്കകത്ത് ഒഴിച്ചു പോയല്ലോ. പരിപ്പും പച്ചടിയും ഒന്നിച്ചൊഴിച്ച് കഴിക്കുന്നേ. രണ്ടും കൂടെ എങ്ങനാടി ഒന്നിച്ച് കഴിക്കുന്നേ? നീ പറഞ്ഞ പോലെ നോക്കിയാ രസം, പായസം, പാല്, സാമ്പാർ ഇങ്ങനെ ഒഴിച്ചു തിന്നാലേ എന്റെ വയറേ കുടുകൂടാന്ന് വെറുത്ത് പൊട്ടിച്ചാകില്ലേടി. സാരമില്ല അച്ഛാ, അമ്മ ചുമ്മാ വഴക്ക് പറയാതെ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നേ. എന്റെ മോളെ, ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നമല്ല. 30 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാ സഹിച്ചോണ്ടിരിക്കുന്നേ. എന്റെ കൊച്ചുമോള് തന്നെയാ വന്നിരിക്കുന്നത്. നിങ്ങൾ കഴിച്ചോണ്ടിരിക്കണേ. എന്റെ പൊന്നുമോള്, ഉമ്മ ഉമ്മ. ആളങ്ങ് വളർന്നു പോയല്ലോ മോളെ. കണ്ടിട്ട് ഇതെന്താ അച്ഛാ, ഇപ്പോഴല്ലേ നമ്മൾ അവളെ കണ്ടിട്ട് വന്നേ? ഇതാണോ മാതൃസ്നേഹം? അമ്മയോടുള്ള സ്നേഹം അങ്ങ് ഒഴുകുന്ന കണ്ടില്ലേ മോളെ? എന്റെ മോള് കഴിക്കും. പോയി നോക്ക് മോളെ, ആരാ വന്നേന്ന്. ഇത് ചക്രവാണി സാറിന്റെ വീടല്ലേ? അതെ. അദ്ദേഹം അകത്തുണ്ടോ? ഉണ്ട്, അകത്തേക്ക് വാ. താങ്ക്സ്. അച്ഛാ, അച്ഛനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്.